ഹായ് നമസ്കാരം. RCB vs SRH അങ്ങനെ GTക്ക് പിന്നാലെ ഇപ്പോൾ RCBക്കും ഒരു പരാജയം. പ്ലേ ഓഫിലേക്ക് അടുക്കുമ്പോഴത്തേക്ക് ടോപ്പ് 3യിലുള്ള ടീമുകൾക്കെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. RCB സംബന്ധിച്ച് ഇത് ഒരു സെറ്റ് ബാക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു RCB എങ്ങനെയാണോ വന്നത്, എങ്ങനെയാണോ ഈ സീസണിൽ ഇത്രയും നാൾ കളിച്ചുകൊണ്ടിരുന്നത്, അതിന് നേരെ വിപരീതമായിട്ട് ഒരു കൊളാപ്സ് ഇന്ന് നമ്മൾ ഈ മാച്ചിൽ കണ്ടു. അത് സത്യം പറഞ്ഞാൽ ഈ സീസണിൽ നമ്മൾ ഇതുവരെ കണ്ടില്ല. ഇതിന് മുമ്പ് പല സീസണിലും RCBക്ക് നമ്മളിങ്ങനെയുള്ള കൊളാപ്സുകൾ കണ്ടിട്ടുണ്ട്. അതായത് ജയിക്കാനായിട്ട് ഫുൾ എല്ലാ രീതിയിലും ഇങ്ങനെ വന്നിട്ട് അവസാനം വന്നിട്ട് തോറ്റു പോകുന്ന ഒരു കൊളാപ്സിലേക്ക് പോയിട്ട് വിക്കറ്റ് പെട്ടെന്ന് പോയിട്ട് തോറ്റു പോകുന്ന ഒരു അവസ്ഥ അത് ഇന്നത്തെ മാച്ചിൽ കണ്ടു. മൊത്തത്തിലൊരു ഹൈ സ്കോറിങ് മാച്ചായിരുന്നു. SRH നന്നായിട്ട് തന്നെ കണ്ടീഷൻസ് അനുസരിച്ച് SRH കളിച്ചു. കണ്ടീഷൻസ് നല്ല ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള കണ്ടീഷൻസ് ആയിരുന്നു. സ്പിന്നിന് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും ഇല്ലാത്ത ഒരു കണ്ടീഷനായിരുന്നു. SRH സ്പിന്നേഴ്സിനെ അധികം യൂസ് ചെയ്യാതെ തന്നെ കളിച്ചു. അതേസമയം RCB സ്പിന്നേഴ്സിനെ കൂടുതൽ യൂസ് ചെയ്തു. അതിനനുസരിച്ച് നല്ല എക്സ്പെൻസീവായി. അതുപോലെ അത് സുരേഷ് ശർമ്മയായാലും അതുപോലെ തന്നെ കുണാൽ പാണ്ഡ്യയായാലും അത്യാവശ്യം എക്സ്പെൻസീവായി. എങ്കിൽ RCB സംബന്ധിച്ച് ക്യാപ്റ്റൻസി വലിയൊരു പ്രശ്നമായിട്ട് തന്നെ ഇന്നത്തെ മാച്ചിലുണ്ടായിരുന്നു. രജത് പട്ടീദറിൻ്റെ ക്യാപ്റ്റൻസി നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ജിതേഷ് ശർമ്മ ബോളേഴ്സിൽ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഇന്ന് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്തു, പ്രത്യേകിച്ച് സ്പിന്നേഴ്സിനെ യൂസ് ചെയ്ത കാര്യത്തിൽ. കാരണം പേസേഴ്സിനായിരുന്നു കൂടുതൽ സപ്പോർട്ട് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. സ്പിന്നേഴ്സിന് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടുന്നില്ല എന്നുള്ള 2 ഇന്നിങ്സ് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അതുമാത്രമല്ല RCBയുടെ ഏറ്റവും ടോപ്പ് ബോളേഴ്സിലൂടെ ഇപ്പോൾ ഹേസൽവുഡ് ഇല്ലാത്തതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് RCBയെ സംബന്ധിച്ച്. നല്ല വിസിബിളി നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും മെയിനായിട്ടുള്ള ബോളറാണ് യേശ് ദയാലിൻ്റെ ഒരു ഓവർ ബാക്കിയാണ് ഇങ്ങനെ ഒരു മാച്ചിൽ. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതിനനുസരിച്ച് അത് അറേഞ്ച് ചെയ്യണം. യേശ് ദയാൽ 4 ഓവറും എല്ലാ മാച്ചിലും എറിയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ മാച്ചിൽ നന്നായിട്ട് എറിഞ്ഞ ഷെപ്പേർഡ് 2 ഓവർ എറിഞ്ഞുള്ളൂ. ഇന്ന് എനിക്കൊന്ന് 14 റണ്ണേ കൊടുത്തുള്ളൂ 2 ഓവറിൽ. ശരിക്കും പറഞ്ഞാൽ ഷെപ്പേർഡ് ഒരു 19th ഓവർ എങ്കിടി വരുന്ന ആ ഒരു ഓവർ ഷെപ്പേർഡ് എറിയേണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എങ്കിടി ഓൾറെഡി കുറച്ച് റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബോളർ നന്നായിട്ട് എറിയുമ്പോൾ ആ ബോളറിനെ തന്നെ യൂസ് ചെയ്യുക, അവസരം കൊടുക്കുക എന്നുള്ളത് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഷെപ്പേർഡിന് 3ാമത് ഒരു ഓവർ കൊടുക്കേണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ മാച്ചിൽ അതേപോലെ തന്നെ LSG എങ്ങനെയാണോ ലാസ്റ്റ് ഒരു 2-3 ഓവർ ക്യാപിറ്റലൈസ് ചെയ്ത് അടിച്ച്, അതുപോലെ തന്നെ SRH ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് ഓവേഴ്സ് ഇഷാൻ കിഷൻ ബ്യൂട്ടിഫുള്ളായിട്ട് ബാറ്റ് ചെയ്തു. പോക്കറ്റ് ഡൈനാമോയുടെ ആദ്യം ഒരു സെഞ്ചുറി അടിച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് ഇഷാൻ കിഷൻ അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്തു. അതായത് ഒന്നും പറയാനില്ല. ഇപ്പോൾ SRHന് നോക്കുകയാണെങ്കിൽ ബാക്കി ഒരു പെർഫോമൻസ് പറയാനായിട്ട് ചെറിയ പെർഫോമൻസേ ഉള്ളൂ. ത്രൂ ഔട്ട് ഇഷാൻ കിഷനാണ് എടുത്തുകൊണ്ടൊന്ന് ഫിനിഷ് ചെയ്ത് ഇത്ര നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചത്. RCBയെ സംബന്ധിച്ച് ഒരു 20 റൺസ് ഷോർട്ടായിട്ട് പിടിക്കായിരുന്നു, 20 റൺസ് കുറച്ച് പിടിക്കായിരുന്നു തീർച്ചയായിട്ടും. SRHന് നല്ലൊരു തുടക്കം അഭിഷേക് ശർമ്മ ഹെഡ് കൊടുത്തു. അതിനുശേഷം പിന്നീട് അനികേത് വർമ്മ എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. കമ്മിൻസൊക്കെ ലാസ്റ്റിൽ കുറച്ച് നന്നായിട്ട്, അതിനിടയ്ക്ക് ക്ലാസൻ ചെറിയതാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു. അങ്ങനെ ടോട്ടലി ഇഷാൻ കിഷൻ ഒഴിച്ചുള്ള എല്ലാവരും ചെറിയ പെർഫോമൻസ് ഉള്ളായിരുന്നു. RCBയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലി ബ്യൂട്ടിഫുള്ളായിട്ട് ബാറ്റ് ചെയ്തു, ഫിൽ സോൾട്ട് അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതിയിലാണ് എനിക്ക് തോന്നുന്നു 15th ഓവറിലായപ്പോഴത്തെ RCBയുടെ സ്കോർ 171 ആണ്. അതായത് 5 ഓവറിൽ ജയിക്കാൻ 61 റൺ എന്തോ മതി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹൈ സ്കോറിങ് മാച്ചിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വളരെ അച്ചീവബിൾ ആയിട്ടുള്ള ഒരു സ്കോർ. 3 വിക്കറ്റ് അപ്പോൾ പോയിട്ടുള്ളൂ. അവിടെ നിന്നാണ് RCB കൊളാപ്സ് ആയത്. വളരെ നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ് RCBയെ സംബന്ധിച്ച്. കാരണം ഇങ്ങനെ ഒരു കൊളാപ്സ് ഒരിക്കലും ഈ പ്ലേ ഓഫിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അത് ഇങ്ങനെ സംഭവിച്ചത് ടിം ഡേവിഡിൻ്റെ ഒരു പരിക്ക് തീർച്ചയായിട്ടും RCBയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. ടിം ഡേവിഡ് ശരിക്കും ഫുള്ളി ഫിറ്റ് അല്ലായിരുന്നു ഫീൽഡിങ്ങിൽ. വന്നിട്ട് പിന്നെ ബാറ്റിംഗ് വന്നപ്പോഴും ഒരു ഫുൾ ഫിറ്റായിട്ടല്ല കണ്ടത്. അത് എങ്കിൽ പോലും ടിം ഡേവിഡ് ഫിറ്റ് ആയിരുന്നെങ്കിൽ പോലും ആ ഒരു പെട്ടെന്ന് ഇഷാൻ മല്ലിംഗയുടെ ആ ഓവറിൽ 2 വിക്കറ്റ്, 1 ഓവർ റണ്ണൗട്ടും അതിനുശേഷം ഷെപ്പേർഡ് വന്നിട്ട് ഔട്ടായത്, അത് രണ്ടും വളരെ ക്രൂഷ്യലായി. തൊട്ടടുത്ത ഓവർ ജിതേഷ് ശർമ്മ ഉനത്കട്ടിൻ്റെ ഓവറിലും കൂടെ ഔട്ടായപ്പോഴത്തേക്ക് അവിടെ RCB മൊത്തത്തിൽ ഫൈറ്റിംഗ് അവസാനിച്ചു. ഒരു ബിഗ് ഹിറ്റേഴ്സ് പിന്നെ ഇല്ലാതായി. പിന്നെ കുണാൽ പാണ്ഡ്യയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർക്കൊന്നും എത്തിക്കാനായിട്ട് പറ്റിയില്ല. ഇനി ഗെയിമിൻ്റെ ഒരു ഫ്ലോ പറയുകയാണെന്നുണ്ടെങ്കിൽ SRH ഈവൻലി 4 ഫേസിലും അത്യാവശ്യം നന്നായിട്ട്, അതൊരു ഏകദേശം 11 മുകളിൽ റൺ റേറ്റിൽ അടിച്ച് തന്നെ പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ലാസ്റ്റ് 5 ഓവേഴ്സിൽ നന്നായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് SRHന് സാധിച്ചു. RCBയെ സംബന്ധിച്ച് ഫസ്റ്റ് പവർ പ്ലേ സൂപ്പറായിട്ട് യൂസ് ചെയ്തു. 12 റൺ റേറ്റ്, അതായത് 72 റൺ അടിച്ചു പവർ പ്ലേയിൽ. അതിനുശേഷവും 11.5 റൺ റേറ്റിൽ അവർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. 118 റൺ അടിച്ചു 10 ഓവറിൽ. അവിടുന്ന് 15 ഓവർ എത്തിയപ്പോഴും പോലും അത്യാവശ്യം നല്ല ഒരു റൺ റേറ്റ് RCBക്ക് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞ പോലെ അവിടെ നിന്നാണ് പിന്നീട് കൊളാപ്സ് ആവുന്നത്.
അപ്പോൾ ഈ ഒരു തോൽവിയുടെ RCB ഒരു 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവർക്കൊരു ടോപ്പ് 2ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ക്രൂഷ്യലായിരുന്നു ഇന്നത്തെ മാച്ച്. ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിന് 2 മാച്ചുണ്ട്. അതിലേതെങ്കിലും 2 മാച്ച് വിൻ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ടോപ്പ് നമ്പർ 1 പൊസിഷനിൽ എത്താൻ പറ്റും. ഇല്ല, ഇനി ഒരു മാച്ച് വിൻ ചെയ്താൽ പോലും RCBക്കും പഞ്ചാബിനും ഒരേ പോയിന്റ് ആയാൽ പോലും ഇപ്പോഴത്തെ ഒരു റൺ റേറ്റ് വെച്ച് പഞ്ചാബിനാണ് കുറച്ചും കൂടെ നെറ്റ് റൺ റേറ്റ് കൂടുതലായിട്ട് നിൽക്കുന്നത്. സോ ഒബിയസ്ലി സെക്കൻഡ് പ്ലേസിലേക്ക് പഞ്ചാബ് എത്തും. GT സംബന്ധിച്ച് ഇനിയുള്ള ഒരു മാച്ച് ജയിച്ചാൽ തന്നെ അവർക്കൊരു 1 or 2 പൊസിഷൻ സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. സോ RCB സംബന്ധിച്ചാണ് ഇതിൽ ഏറ്റവും പ്രശ്നം. ഇപ്പോൾ ഇനിയൊരു അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചാബ് ഒരു മാച്ച് പരാജയപ്പെടുകയും അത് നല്ല റൺ റേറ്റിൽ പരാജയപ്പെടുകയും ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത മാച്ച് RCB നല്ല റൺ റേറ്റിൽ ജയിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു എന്താ പറയുക ടോപ്പ് 2 പൊസിഷനിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ RCBക്ക് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നല്ല റൺ റേറ്റ് വേണമെന്നുള്ള. ഈ ഒരു ടോപ്പ് 2 എത്തിയില്ല എന്നുണ്ടെങ്കിൽ RCBക്ക് എലിമിനേറ്റർ കളിക്കുക എന്ന് പറയുമ്പോൾ RCB സംബന്ധിച്ച് വളരെ പ്രശ്നമാണ്. കാരണം എലിമിനേറ്റർ കളിച്ച് ഒരു 3 മാച്ച് കളിച്ച് വരുന്ന അത്രയും ബുദ്ധിമുട്ടുണ്ട്. അതേസമയം ടോപ്പ് 2 പൊസിഷൻ സെക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്വാളിഫയർ കളിച്ച് വീണ്ടും ഒരു ചാൻസും കൂടെ ഒരു അവസരം ഉണ്ടെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ആ അഡ്വാൻറ്റേജാണ് ഇന്നത്തെ മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ RCB നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇതാണ് ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. RCB ഒരു പഴയ രീതിയിൽ ഒരു കൊളാപ്സ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നത് എന്നെ സംബന്ധിച്ച് വളരെ വെറിയിങ് ആണ്. ഈ ഒരു സീസണിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല. അതിനകത്ത് 1-2 ഫാക്ടർ പട്ടീദറിൻ്റെ ക്യാപ്റ്റൻസി ഒബ്വിയസ്ലി ഇതുണ്ട്. പിന്നെ ടീം ഡേവിഡിൻ്റെ ഒരു പരിക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെന്നെ തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്നുണ്ട് ആ ഒരു കൊളാപ്സ് ഇനി മുന്നോട്ട് പോകുമ്പോൾ. പിന്നെ വേറൊരു പോസിറ്റീവായിട്ടുള്ള സൈഡിൽ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്ലേ ഓഫിന് മുമ്പ് ഇങ്ങനൊരു നെഗറ്റീവ് സംഭവിച്ചത് അവർക്ക് തിരുത്താനോ അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അപ്പോൾ എന്തായാലും ഇതാണ് RCB vs SRH മാച്ചിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.